എന്ന് പറയാൻ പറ്റില്ല. അലർച്ചയും കൂളിയൊക്കെ തമിഴന്മാർക്ക് അല്ലെങ്കിൽ കർണാടകത്തിൽ എല്ലാവർക്കൊക്കെ പറ്റുള്ളൂ. നമുക്ക് മലയാളികൾക്കൊക്കെ ഇത് വളരെ അലോസരമായിട്ടാണ് തോന്നുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്റർ, അടിപൊളി. കാന്താര ഒന്നിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു നല്ല മൊമെന്റ്സ് ഉണ്ട് വിചാരികളക്രമമായി പടം. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഒരു രക്ഷയില്ല. പുള്ളിയുടെ കഴിവ് പരമാവധി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലതാണ്. നല്ല അഭിനയമാണ്. ഫസ്റ്റിനെക്കാട്ടും സെക്കൻഡ് നന്നായിട്ടുണ്ട്. കിടക്കമോടോ കാണണം, മസ്റ്റ് വാച്ച് മൂവി. ഒന്നും പറയില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? രക്ഷയില്ല. എൻ്റെ പൊന്നെ, എന്നാ സ്ക്രിപ്റ്റാണ്. എവറി മൂവ്മെന്റ് എഡ്ജ് ഓഫ് സീറ്റ് മൂവ്മെന്റ് ആണ്. ഭയങ്കര സോങ്. മസ്റ്റ് വാച്ച് തിയേറ്റർ, അടിപൊളി. നാഷണൽ അവാർഡല്ല, രക്ഷയില്ല. അവന്മാര് അടുത്ത തന്നെ ചാപ്റ്റർ 280. പുള്ളിയുടെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഡയറക്ടർ, സ്ക്രിപ്റ്റ്, മേക്കിംഗ്, ഗ്രാഫിക്സ്, എവറിത്തിങ് സോങ്. ഭയങ്കര സോണ്. പൊളി. ജയറാമോട്ട് അവിടെ കലക്കറുള്ള നല്ല റോളാണ് ജയറാമോട്ട്. മസ്റ്റ് വാച്ച്. ഫസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഡിഫറെന്റ് സ്റ്റോറി. ഭയങ്കര സോണ്. പൊളി. കൊള്ളാം, നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഓ, ഉഗ്രൻ. ഒരു പ്രത്യേക കഥാപാത്രമായി. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലതാണ്. കണ്ടിരിക്കാം. അടിപൊളി പടം. ഓ, അടിപൊളി അടിപൊളി. നമ്മള് വിചാരികളക്രമമായി പടം. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. എല്ലാവരും അടിപൊളി പടം. ഓ, 100%. നല്ല പടമായിരുന്നു. ഫസ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് ക്ലൈമാക്സ് ആണല്ലോ വേറെ പീക്ക് ലെവലായത്. ഇതും ക്ലൈമാക്സ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോലെ തോന്നി. ഫസ്റ്റ് 15 മിനിറ്റ്സ് അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടെ നല്ല തിയേറ്ററിക്കൽ മൂമെൻറ്റ്സ് ഉള്ളത്. ഇപ്പോൾ VFXും വിഷ്വൽസും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഋഷഭ് ഷെട്ടിയുടെ സൂപ്പറാണ്. കാന്താര ഒന്നിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു നല്ല മൊമെന്റ്സ് ഉണ്ട് ഇതിൽ. അടിപൊളിയായിട്ടുണ്ട്. പുള്ളി വേറെ ലാംഗ്വേജിൽ പോയിട്ട് ഒരുമാതിരി നല്ല റോളൊന്നും കിട്ടണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷനൊക്കെ സൂപ്പർ. ആക്ഷൻ കുറിയൊക്കെ അടിപൊളിയാ. ഫസ്റ്റ് ഹാഫിൽ ഒരു ആക്ഷൻ സീനുണ്ട്, സൂപ്പറാണ്. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. അതെ, നല്ല ഫിലിം, നല്ല മൂവിയാണ്. അടുത്തൊരു ചാപ്റ്റർ കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിലും നല്ലൊരു അറ്റംപ്റ്റ്. ഋഷഭ് ഷെട്ടി ഒരു രക്ഷയില്ല. പുള്ളിയുടെ കഴിവ് പരമാവധി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഫസ്റ്റ് ഞങ്ങൾ ഇതുപോലെ കണ്ട് അതിലും ഞങ്ങൾ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ വന്നത് കാണാൻ. കുറച്ചുകൂടി നന്നായിട്ട്, കുറച്ചുകൂടി അല്ല, മാക്സിമം അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്ത് വെച്ചേക്കാം. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു വാക്കുമില്ല പറയാനായിട്ട്. കാരണം മീൻസ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, അത് ഫസ്റ്റ് പറയണം. ജയറാമേട്ടനും അടിപൊളി റോളാണ് കിട്ടിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഓക്കെ, നല്ല മൂവിയായിരുന്നു. അതിനേക്കാൾ അടിപൊളിയായിരുന്നു.